ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മുളക് ബജിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് എരിവാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ നടുഭാഗമൊക്കെ ഒന്ന് കീറിയെടുത്ത് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കൂടുതൽ എരിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾ കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ അത്ര എരിവുണ്ടെങ്കിലും. പിന്നെ പണ്ടൊക്കെ ഞാൻ ഈ മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പുറമൊക്കെ കഴിക്കും കേട്ടോ. പുറത്തുള്ള ആ മാവൊക്കെ കഴിക്കും. മുളക് കഴിക്കാണ്ട് തുപ്പിയിടുന്ന പണിയൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴും മുളക് ബജി കഴിക്കാൻ ഒരിത്തിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല എരിവുണ്ടാവുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ മുളകൊക്കെ ചെത്തിയെടുത്ത് അതിൻ്റെ ഉള്ളൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചമ്മന്തിയാണ് വെക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് സബോള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സബോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സബോള, പിന്നെ ഒരിത്തിരി മല്ലിയില, പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഒന്നും വേണമെന്നില്ല കേട്ടോ, നമ്മൾ സാധാ ചമ്മന്തി വെച്ചാലും മതി. പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണക്ക ചെമ്മീൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. നമുക്ക് ടേസ്റ്റിന് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അങ്ങനെ ദേ കുറച്ച് ഉണക്ക ചെമ്മീനും കൂടെ ചേർത്തിട്ട് ചമ്മന്തി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മുടെ മുളകിലിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേ. ഇതിപ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും മുളകിൻ്റെ എരിവ് പോവില്ല കേട്ടോ. എന്നാലും മുളകിന് എരിവൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ മുളകിന് അത്ര വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ മുന്നേ തന്നെ ഞാൻ കുറച്ച് മാവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടലമാവിൻ്റെ ആ മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് ആയി കിട്ടുകയും ചെയ്യുമല്ലോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അതിലിട്ടിട്ട് പൊരിച്ചെടുക്കുക വേണ്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ മുളകയിൽ മുക്കിയിട്ട് വെക്കരുത്. അപ്പോൾ ആ ചമ്മന്തി ആയി പോകും. ഇവിടെ ഫയ്യക്കുട്ടിയും പാതുകുട്ടിയും ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ കഴിക്കുക. ഇത് മുളക് വെറുതെ പൊരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ അങ്ങനെ വെറുതെ മുളക് പൊരിക്കണ ഇടപാടൊന്നുമില്ല. നമ്മൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോമ്പിനൊക്കെ മുന്നേ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ മാവൊക്കെ അവർ കഴിക്കും സോസൊക്കെ കൂട്ടിയിട്ട്. ആ മുളക് മാറ്റി അവിടെ വെക്കൂട്ടാ. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ കഴിക്കാറുണ്ട്. ചമ്മന്തിയുടെ ടേസ്റ്റും പിന്നെ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. 1-2 കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറൊക്കെ നിറയും. ഇന്നിപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ വേറെ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ പൊരിച്ചതും പിന്നെ ഫ്രൂട്ട്സ്, വെള്ളം കലക്കിയത് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോറാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ കാണിക്കാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.